ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ മതി രാത്രിയിൽ എന്നുള്ളത് കേട്ടോ. ഉച്ചയ്ക്ക് ഒരു തട്ടിക്കൂട്ടായിരുന്നു, തലേ ദിവസത്തെ കൂട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിക്കേണ്ട അന്ന് എടുത്തതിൽ ഒരു പിടി ഞാൻ മാറ്റി വെച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രൈഡ് റൈസിൻ്റെ അരിയും കൂടെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ അത് കുതിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കഴുകി വെച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിർത്താൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കൊച്ചു ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ കുറച്ച് ചിക്കനിൽ ഉപ്പും മുളകും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം കൂടെ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ കുറച്ച് കുരുമുളക് പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിച്ചൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ ആക്കി നമ്മുടെ കുഞ്ഞൊരു ഭരണിയിലല്ലേ അതിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ആവശ്യമുള്ള എടുത്താൽ മതിയല്ലോ വെച്ചിട്ട് ഇനി വേഗം നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം. എനിക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള മൊത്തത്തിലുള്ള സാധനങ്ങളൊന്നുമില്ല, എൻ്റെ ഒരു ലെവലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്ത് ഒരു സവളയുടെ പകുതി അരിഞ്ഞെടുത്തു അങ്ങനെയൊക്കെ കൂടെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അങ്ങനെ അതൊക്കെ നുറുക്കി പെറുക്കി വെച്ചിട്ട് ഞാനിത് ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ വറക്കണ സമയം കൊണ്ട് ഇപ്പുറത്ത് ഞാനിതാ നമ്മുടെ റൈസിലേക്കുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് തിളക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് അരിയിടാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ചു വെച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും പിന്നെ എല്ലാം കൂടെ വെച്ചിട്ടുണ്ട് അടിച്ചു കൊടുത്തിട്ട് പിന്നെ സൺഫ്ലവർ ഓയിലും കൂടെ അടിച്ചു കൊടുത്ത് ലാസ്റ്റ് ഞാൻ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തപ്പോഴേക്കും നമ്മുടെ മയോണൈസ് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് അങ്ങോട്ട് ഫ്രിഡ്ജിൽ കയറ്റി. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ അരി ചേർത്ത് കൊടുത്തു. പാകത്തിനൊപ്പം ചേർത്ത് അടച്ചങ്ങോട്ട് വെക്കുക, പെട്ടെന്ന് വെന്തോളോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അല്ലെങ്കിൽ പിന്നെ ആകെ കൂടെ വെന്തുകൊള്ളായി പോകും കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പിച്ചിട്ട് ചെയ്ത് കൊടുക്കണം, ചൂടാറട്ടെ എന്നിട്ട് വേണം അത് പിച്ചിടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ വിശ്രമയുടെ വേളകളെ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങ പഴുത്തതും കൂടെ ചെത്തി തിന്നാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പിന്നെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഞാനും പൂജിറ്റും കൂടെ ഒരു മാങ്ങ പഴുത്തതുണ്ടായിരുന്നു, അതും കൂടെ പഴുത്തതല്ല നമ്മൾ വാങ്ങിയതാണ്, അതും കൂടെ ചെത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് വയറൊക്കെ നിറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇരിക്കുന്ന പാത്രങ്ങൾ വേഗം കയ്യോടെ അങ്ങോട്ട് കഴുകി വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ അത് കൂടി ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒരു മല പോലെ ആയി തീരും. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി 2, 3, 4 മുട്ട നമുക്കില്ല ഒന്ന് കുത്തി പൊരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ക്രാമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ എടുത്തു. അതിലേക്ക് ഉപ്പും കുരുമുളക് കൂടി ചേർത്തിട്ട് ഇതാ കുത്തി പൊരിച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് റൈസൊക്കെ വെന്തോ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഫാൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. തലേ ദിവസം റൈസ് ആക്കി വെക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ എന്തായാലും ഇത് പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാനിതാ പാത്രം വെച്ചു. സൺഫ്ലവർ ഓയിൽ പിന്നെ നമ്മൾ അരിഞ്ഞ് പെറുക്കി വെച്ചുള്ള എല്ലാ സാധനങ്ങളും വഴറ്റി എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ സോയാ സോസും ചില്ലി സോസും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് പാകണ്ടോ നോക്കുക, സോയാ സോസിൽ ഉപ്പുണ്ടാകുന്നതുകൊണ്ട് കൂടി പോകാതെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ മുട്ട കുത്തി പൊരിക്കി വെച്ചതും നമ്മുടെ ചിക്കൻ പൊരിച്ചതും എല്ലാം കൂടെ ചേർത്ത് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൈസും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അത്ര പണിയുള്ളൂ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പ്രൊഫഷണലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിത് ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. തട്ടിക്കൂട്ടിയൊരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് പാകത്തിന് ഉപ്പും പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളകും കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ കിച്ചണെല്ലാം കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചു. അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് വേഗം പോയി മേലെ കഴിക്കും. ഞങ്ങൾ 3 കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ എപ്പോഴെങ്കിലൊക്കെ വെക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ പിള്ളേരെല്ലാവരും അവർക്ക് എക്സ്പ്രഷൻ ഇടാൻ അറിയില്ല. അതിന് ഞാനത് എക്സ്പ്രഷൻ ഇട്ടാണ് മെഴുകി അങ്ങോട്ട് തരും. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ചോക്കെ. എല്ലാം കൂടെ ഉണ്ടായിട്ട് നമുക്ക് വെക്കാനൊന്നും പറ്റില്ല. ഉള്ളത് കൂട്ടി വെച്ച് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യുക. പിന്നെ നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.